എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു റാങ്ക് കിട്ടി. ഇപ്പോൾ ഫൈനൽ വന്നു. അതാണ് നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റ്സിൽ കൺസിഡർ ചെയ്യുക. എല്ലാ അലോട്ട്മെൻറ്റ്സിനും ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി. സോ കോളേജ് ലിസ്റ്റ് അപ്രൂവ് ചെയ്ത കോളേജ് ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 29 വരെയാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ എല്ലാവരും കൃത്യമായിട്ട് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അലോട്ട്മെൻറ്റിലോ ഒന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ എല്ലാവരും എന്ത് ചെയ്യാൻ മസ്റ്റായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം. എല്ലാവരും ഫൈനലിൽ കിട്ടിയ റാങ്ക് എന്ത് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തും ആപ്ലിക്കേഷൻ നമ്പർ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്തും നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് എത്രയെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും റാങ്ക് ലിസ്റ്റ് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. അവരുടെ കാറ്റഗറി, അവരുടെ റാങ്കും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്ന റാങ്കിൽ നിന്നും മാറ്റങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് ആയിരിക്കും ഇനിയുള്ള എല്ലാ അലോട്ട്മെൻറ്റ്സിനും കൺസിഡർ ചെയ്യുന്നത്. സോ ട്രയൽ അലോട്ട്മെൻറ്റിന് എങ്ങനെ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പേര്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടിയ ഇൻഡെക്സ്, പിന്നെ നിങ്ങളുടെ GNM പെർസെൻറ്റേജ്, പിന്നെ അവരെ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള റാങ്ക്, ഇത്രയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സൈറ്റിൽ ആപ്ലിക്കേഷൻ നമ്പറും യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന് താഴെ രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് കാണാൻ പറ്റും. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് ഒന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് പേജിൽ കോളേജിൻ്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന കോളേജ് സെലക്ട് ചെയ്ത് ചെയ്യുക, നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റിയും അനുസരിച്ച് നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജസ് എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പർ കൊടുക്കുക. ദെൻ അടുത്ത് പോകാൻ താല്പര്യമുള്ളത് 2 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുക. അങ്ങനെ 3, 4 അങ്ങനെ കണ്ടിന്യൂസ് നമ്പർ കൊടുത്ത് ലാസ്റ്റ് എന്ത് ചെയ്യണം, സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. എന്ത് ചെയ്യുക, അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യവും ഇഷ്ടവും കൂടിയ കോളേജിനായിരിക്കണം 1 എന്ന നമ്പർ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് 2, ദെൻ 3, അങ്ങനെ എത്ര വരെയാണോ അത്രയും കോളേജസ് കൊടുക്കാം. വേണമെങ്കിൽ ലിസ്റ്റിലുള്ള മൊത്തം കോളേജസ് കൊടുക്കാൻ പറ്റും. ഓരോ കോളേജസിന് നേരെയും സ്ക്വയർ ബോക്സസ് ഉണ്ടാവും. അതിലെന്താണ് നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടത്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും കോളേജസ് എന്ത് ചെയ്യാം, ഇതിലൂടെ കൊടുക്കാം. എന്നിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ ആ ഒരു സ്ക്വയർ ബോക്സിൽ നമ്പർ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കൂടിയതും പോകാൻ താല്പര്യം ഏറ്റവും മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഇരിക്കുന്ന കോളേജ് വേണം ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇഷ്ടത്തിനനുസരിച്ച് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും താഴെ, അത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് താഴെ നിങ്ങൾ കൊടുത്ത കോളേജസ് എല്ലാം ഒരു ലിസ്റ്റായിട്ട് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നൊന്ന് മറിച്ച് നോക്കുക, അതിൽ എല്ലാ കോളേജസും വന്നിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അതിന് താഴെ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്തും കൂടെ വെച്ചിരിക്കുക. അത്രയാണ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ എത്ര വേണമെങ്കിലും കോളേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. സെപ്റ്റംബർ 29 വരെ എത്ര വേണമെങ്കിലും തവണ നമുക്ക് കോളേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അവർ അപ്രൂവ് ചെയ്ത കോളേജസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ആ കോളേജസ് ആണ്. സീറ്റ്സ്, മാനേജ്മെൻറ്റ് സീറ്റ്സ് എത്ര, മെറിറ്റ് സീറ്റ്സ് എത്ര, കോളേജിൻ്റെ പേര്, ഫോൺ നമ്പർ, സ്ഥലം എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ട്യൂഷൻ ഫീസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാതെ. സോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ടോട്ടൽ 18 കോളേജസ് ആണ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ അപ്രൂവ് ചെയ്ത കോളേജുകളാണ്. ഡൗൺലോഡ്സിൽ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കോളേജ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് എന്ത് ചെയ്യാം, ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം. അത് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെമോയാണ്. നിങ്ങൾക്ക് ചാൻസ് ചെക്ക് ചെയ്യുന്നതാണ്. റിയൽ അലോട്ട്മെൻറ്റ് അല്ല. യഥാർത്ഥ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുമോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അത് എല്ലാ പ്രാവശ്യവും ശരിയാവണമെന്നില്ല. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.